29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരിതെളിയും. വൈകിട്ട് 6 മണിക്ക് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 15 തിയേറ്ററുകളിലായി നടക്കുന്ന മേളയിൽ 68 രാജ്യങ്ങളിൽ നിന്നുള്ള 177 സിനിമകൾ പ്രേക്ഷകരിലേക്ക് എത്തും. കാഴ്ചയുടെ വിരുന്നൊരുക്കി അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തലസ്ഥാന നഗരിയിൽ തുടക്കമാകും. 15 തിയേറ്ററുകളിലായി നടക്കുന്ന മേളയിൽ 68 രാജ്യങ്ങളിൽ നിന്നുള്ള 177 സിനിമകൾ പ്രദർശിപ്പിക്കും. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 14 സിനിമകളും മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ 12 ചിത്രങ്ങളും ഇന്ത്യൻ സിനിമ നൗ വിഭാഗത്തിൽ 7 ചിത്രങ്ങളും പ്രദർശിപ്പിക്കും. ലോക സിനിമാ വിഭാഗത്തിൽ 63 സിനിമകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര മേളകളിൽ പ്രേക്ഷക പ്രീതി നേടിയ 13 ചിത്രങ്ങളടങ്ങിയ ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് മേളയുടെ മറ്റൊരു ആകർഷണമാകും. അർമേനിയൻ സിനിമാ ശതാബ്ദിയുടെ ഭാഗമായി 7 ചിത്രങ്ങൾ കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കും. റെട്രോസ്പെക്റ്റീവ് ദ ഫീമെയിൽ ഗെയ്സ് എന്ന പേരിൽ വനിതാ സംവിധായകരുടെ ചിത്രങ്ങളുടെ പാക്കേജ്, ലാറ്റിൻ അമേരിക്കൻ സിനിമകളുടെ പാക്കേജ്, കലഡനോസ്കോപ്പ്, മിഡ് നൈറ്റ് സിനിമ, ആനിമേഷൻ ചിത്രങ്ങൾ, ചലച്ചിത്ര അക്കാദമി പുനരുദ്ധരിച്ച 2 ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള റീസ്റ്റോർഡ് ക്ലാസിക്സ് എന്നിവ മേളയുടെ പ്രത്യേകതകളാണ്. പി ഭാസ്കരൻ, പാറപ്പുറത്ത്, തോപ്പിൽ ഭാസി എന്നീ പ്രതിഭകളുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ലിറ്റററി ട്രിബ്യൂട്ട് വിഭാഗത്തിൽ 3 ചിത്രങ്ങളും പ്രദർശിപ്പിക്കും. 13,000-ൽ പരം ഡെലിഗേറ്റുകൾ പങ്കെടുക്കുന്ന IFFKയുടെ 29ാം പതിപ്പിൽ 100ഓളം ചലച്ചിത്ര പ്രവർത്തകർ അതിഥികളായി എത്തും. പ്രദർശനം നടക്കുന്ന തിയേറ്ററുകളിൽ ആകെ സീറ്റിന്റെ 70% റിസർവേഷൻ ചെയ്തവർക്കും 30% റിസർവേഷൻ ഇല്ലാതെയുമാണ് പ്രവേശനം. മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിയുള്ളവർക്കും ക്യൂ നിൽക്കാതെ പ്രവേശനം അനുവദിക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.